ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ ഈദ് മുബാറക്. അപ്പോൾ ഇതാണ് കേട്ടോ നീ എൻ്റെ ഔട്ട്ഫിറ്റ്. നോക്കൂ ഗൈസ്, ഇൻ്റെത് ഞാൻ കാണിച്ചു തരാം. ഇത് പിടിച്ചാൽ ഇതാണ് ഇൻ്റെത്. പിന്നെ ഇത് ഞങ്ങളെ മെയിലാഞ്ചി. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിൽക്കുക. ഞങ്ങൾ മാറ്റലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരമായിട്ടോ മാറ്റുന്നുണ്ട്. നീ ഇതാണ്ട് വളരെ വേഗം എണീറ്റ് എല്ലാ പണിയും തീർന്ന് മാറ്റി ഒരുങ്ങി. ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ മേശമ്മ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഇതാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ. പായസം ഉണ്ട്, ബിരിയാണി ഉണ്ട്, തൈരുണ്ട്, അങ്ങനെയെല്ലാം. പിന്നെ ഞങ്ങൾ ഇനി നൈറ്റാട്ടോ വേറെ ഫുഡ് ഉണ്ടാക്കും. ഇത് ഞങ്ങൾ ഉച്ചക്ക് കഴിക്കാലത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. താത്ത വരുന്നുണ്ട്. അപ്പോഴാണ് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്യാം. ഇപ്പം ഞങ്ങൾ ഉച്ചക്ക് ഞങ്ങൾക്ക് 3 ആൾക്ക് കഴിക്കാനുള്ളത് മാത്രം ബിരിയാണി ഉണ്ടാക്കിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. പപ്പടം, ബിരിയാണി, അച്ചാർ ഉണ്ട്, പിന്നെ പായസം, തൈര് എല്ലാം ഉണ്ട്. ഇതിൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ബിരിയാണിയാണ്. കാരണം എൻ്റെ അമ്മ ഫസ്റ്റ് ടൈമാണ് കുക്കറിൽ ഉണ്ടാക്കുന്നത്. ഇതുവരെയൊക്കെ ചെമ്പട്ടിയിലായിരുന്നു ഉണ്ടാക്കുന്നത്. കുക്കറിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. ഞങ്ങൾ പായസം കുടിക്കുകയാണ്. അയ്യോ, മുന്തിരി എനിക്ക് ഇഷ്ടമില്ല. നമ്മൾ കുറച്ച് നേരത്തെ ഫുഡ് കഴിക്കണോണ്ട് നീ എൻ്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഷെയ്സാൻ്റെ അടുത്തൊക്കെ പോകുകയാണ്, സെബിക്കാക്കുൻ്റെ അടുത്ത്. അവിടെ ഷെയ്സാൻ്റെ ഡ്രസ്സൊക്കെ നോക്കാം. മെയിനാഴ്ച നല്ല ചെറുപ്പില്ല കാണിച്ചിട്ടോ. ഇതാണ് കേട്ടോ ഓലെ പേരാ. അപ്പം അതാണ് ഷെയ്സ. അവിടെ ഉണ്ട്. ഇതാ ഷെയ്സ വരുന്നു. അയ്യോ, ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുക. ഷെയ്സാൻ്റെ ഡ്രസ്സ് ബ്യൂട്ടിഫുൾ ഷെയ്സ. ഇത് വേറെ ഇതാണ് പരിപാടി വെച്ചാൽ ഈദ് വ്ളോഗ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കണ്ടില്ലേ ഗൈസ്, എല്ലാവരും ഉണ്ട്. ഹലോ ഗൈസ്, ഹായ്. ഇത് ഓണാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇത് അൻസിയപ്പിക്ക് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇനി ഫോട്ടോ എടുക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇനി ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണിച്ചു തരുന്നത്. പിന്നെ സോയ വരും കേട്ടോ. അപ്പോൾ വീഡിയോ എന്തായാലും കാണിക്കുന്നുണ്ട്. പിന്നെ ഞാനും ഇമ്മിയും നീയും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങളെ പൂച്ചക്ക് ബിരിയാണി കൊടുത്തു ഗൈസ്. വീഡിയോ എടുക്കാൻ നിൽക്കുകയാണ് നമ്മൾ. വീഡിയോ എടുക്കാൻ കറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇനി എൻ്റെ ഫോട്ടോസും സിനുവിൻ്റെ ഫോട്ടോസും എടുക്കണം. അങ്ങനെ ഞങ്ങൾ വീണ്ടും സെബിക്ക കൊണ്ടെടുക്കാൻ വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ മൂത്തമ്മയും മൂത്താപ്പയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോവുകയാണ് ഗൈസ്, പോവുകയാണ്. ഷെയ്സൊരു ഹായ് പറയൂ. അതെ, കാട്ടിലൂടെയാണ് ഞങ്ങൾ മദ്രസക്ക് പോവാറ്. അപ്പം അങ്ങനെ കാട്ടിലൂടെ സഞ്ചരിക്കുകയാണ്. അയ്യോ, ഷെയ്സ മുന്നിൽ മണ്ടുന്നു ഗൈസ്. അപ്പോൾ അവിടെ നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ. ആരും ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് പറഞ്ഞയച്ചിരിക്കണം. പക്ഷെ അവിടെ ആളുകളെയൊക്കെ കാണാനുണ്ട്. എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം. ഇത്രയും ലുക്കിലാണ് ഗൈസ് ബീഫ് വാങ്ങാൻ പോകുന്നത് അവസ്ഥ. കൊഞ്ചിയാണേ കൊഞ്ചിയ
ഇവിടെ ഞങ്ങളോട് വെള്ളി റോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ റോസ് വെള്ളം മാത്രമേ ഉള്ളൂ പറഞ്ഞു പറ്റുമോ. അങ്ങനെ ഞങ്ങൾ ബീഫ് വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോവാട്ടോ. ഫോട്ടോ എടുക്കാൻ ഒരു സ്പോട്ട് കണ്ടെത്തി. പക്ഷെ ഇവിടെ നല്ല വെയിലാണ്, പക്ഷെ വെയിലാത്ത സ്ഥലമുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. എന്നാൽ വണ്ടി വന്ന് ചാവി എടുത്തോളൂ. അങ്ങനെ ഗൈസ് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും വീട്ടിൽ തന്നെ വന്നു. ഇനി നമ്മൾ സിനിമ എടുക്കുവാണ്. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസ് എടുക്കാതെ, കാരണം ഫോട്ടോസൊന്നും നല്ലത് കിട്ടണില്ല. പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ നല്ല കോലത്തിലിറങ്ങിയ ക്യാമറക്ക് ഇതാവില്ല. ക്യാമറ സെറ്റ് ആകുമ്പോൾ നമ്മൾ നല്ല കോലത്തിലാവില്ല. ഇവിടെ ഫോട്ടോഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നല്ല വെയിലാണ് ഗൈസ്, അതുകൊണ്ട് നല്ല തലവേദനയ്ക്കൊന്നുണ്ട്. സിനിമകൾ നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരികയാണ് ഗൈസ്. കണ്ടോ, ഇതാ ഇവിടെ മെയിലാഞ്ചി കേട്ടോ. അപ്പുറത്ത് കാണിച്ചെടുത്താ ഇതിനെ ആട്ടം എടുത്താ കേട്ടോ. എന്താ ഇവിടെ നീയുണ്ട്. പിന്നെ ഇതാ ഇവിടെ ചിന്നുമണി. അങ്ങനെ ഗൈസ് നമ്മൾ ഫോട്ടോ എടുക്കലും എല്ലാതും കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പം ഇനി ഡ്രസ്സൊക്കെ അയച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. നല്ല ചൂടും പിന്നെ തലവേദനയും ഒക്കെ ഉണ്ട്. പിന്നെ ഇനി നൈറ്റ് താത്ത വരും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഈദ് വ്ളോഗ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരാം. ഓക്കെ, ബൈ.